കുർബാന ലഹള ടാറുപണിക്ക് പോകുവാൻ തയ്യാറായി കുപ്പായ തൊഴിലാളികൾ. കത്തോലിക്ക സഭയിലെ കുർബാന പണിക്കാരന്മാർ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കൂതാശിക്കണം എന്ന തർക്കവിഷയത്തിൽ ഇതുവരെയും ഒരു തീരുമാനമാകാത്തതിനെ തുടർന്ന് ഒടുവിൽ അന്ത്യശാസനവുമായി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ രംഗത്ത്. കത്തോലിക്ക പാദ്രികൾ കുർബാന കളിക്കുന്നത് ജനാഭിമുഖമായി നിന്നു വേണോ അതോ സ്റ്റേജിന് അഭിമുഖമായി നിന്നു വേണോ എന്ന തർക്കമാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ആണ് എറണാകുളം അങ്കമാലി അടിരൂപതയിൽ ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന കളിക്കണമെന്ന അന്ത്യശാസനവുമായി സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് രംഗത്തെത്തിയത്. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന കളിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലിത്തയും മേജർ ആർച്ച് ബിഷപ്പുമായ റാഫേൽ തട്ടിലും അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കി. ഈ സർക്കുലർ നിർബന്ധമായും ജൂൺ 16 ഞായറാഴ്ച അടിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സർക്കുലറുകൾ സഭാധ്യക്ഷൻ അയക്കുമ്പോൾ എറണാകുളം അങ്കമാലി അടിരൂപതയിലെ മിടുക്കന്മാരായ പാതിരികൾ ആദരവോടെ അതെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വഴറ്റി ചുഴറ്റി വലിച്ചു കീറി കുപ്പയിൽ കളയുമായിരുന്നു. ഈ സർക്കുലറിൻ്റെയും സ്ഥിതി അതുതന്നെയാകും. അതുകൊണ്ടാണ് അവർ പത്രക്കുറിപ്പായി ഇതിറക്കിയത്. അങ്ങനെയെങ്കിലും കുറേ കുഞ്ഞാടുകൾ ഇടയലേഖനം അറിയട്ടെ എന്ന് കരുതി. ഏകീകൃത കുർബാന കളി പരിപാടി നടപ്പിലാക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ 2 തവണ കത്തുകളിലൂടെയും 1 തവണ വീഡിയോ സന്ദർശനത്തിലൂടെയും നേരിട്ടും ആവശ്യപ്പെട്ടതാണെന്ന് സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഏകീകൃത കുർബാന കളിക്കണമെന്ന് ഉത്തരവ് പാലിക്കാത്ത കൂതാശപ്പണിക്കാരന്മാർക്ക് ജൂലൈ 4 തീയതി മുതൽ കൂതാശപ്പണിയിൽ വിലക്കേർപ്പെടുത്തും. ഇത് എല്ലാ കുർബാന തൊഴിലാളികൾക്കും തൊപ്പിത്തൊഴിലാളികൾക്കും ബാധകമായിരിക്കും. വിലക്കേർപ്പെടുത്തുന്ന കൂതാശ തൊഴിലാളികൾ മൂപ്പന്മാരായി നടത്തുന്ന വിവാഹങ്ങൾക്ക് സഭയുടെ അംഗീകാരം ഉണ്ടാകില്ലെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. സഭയുടെ അംഗീകാരമില്ലെങ്കിൽ ഞങ്ങൾക്ക് കോപ്പ എന്നാണ് അടിരൂപതയിലെ പാതിരിമാർ പറയുന്നത്. അടിരൂപതയ്ക്ക് പുറത്ത് സേവനം ചെയ്യുകയോ ഉപരിപഠനം നടത്തുകയോ ചെയ്യുന്ന അടിരൂപത പാതിരി കുഞ്ഞുങ്ങൾ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊള്ളാമെന്ന സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകണം. അപ്പനെ ജാമ്യക്കാരനായി നിർത്തുകയും വേണം. ഇത് നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാത്തവർക്കും കൂതാശപ്പണി നിർവഹിക്കുന്നതിന് വിലക്കേർപ്പെടുത്തും. ഇത്തരത്തിൽ സത്യവാങ്മൂലം നൽകുന്നതുവരെ പാതിരിപ്പിള്ളാർക്ക് സർട്ടിഫൈഡ് കുർബാന തൊഴിലാളി എന്ന പട്ടം നൽകില്ല. ജൂലൈ 3 ശേഷം തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലല്ലാതെ കളിക്കുന്ന കുർബാന കാണുവാൻ വിശ്വാസികളാരും പള്ളിയിൽ പോകരുതെന്ന് അടിരൂപതയിലെ വിശ്വാസികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാനും പാതിരികളും അൽമായരും സ്വീകരിച്ച സഭാപരമല്ലാത്തതും യുക്തിരഹിതവുമായ കടുംപിടുത്തവും ഒരിക്കലും അംഗീകരിക്കാനാവാത്ത സമരമുറകളും ദുഷ്പ്രചാരണങ്ങളുമാണ് സഭയിലെ കുർബാന തർക്കം ഇത്രമാത്രം വഷളാക്കിയതെന്നും സഭാ സംവിധാനത്തെയും അധികാരികളെയും വെല്ലുവിളിച്ചുകൊണ്ട് സഭാപരമായ അച്ചടക്കം പാലിക്കാതെയും കത്തോലിക്ക സഭ കൂട്ടായ്മയിൽ തുടരുവാൻ അനുവദിക്കില്ലെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വന്ന് മാർപ്പാപ്പ പറഞ്ഞാലും ഞങ്ങൾക്ക് കോപ്പ എന്നാണ് അടിരൂപതയിലെ വിശ്വാസികൾ പറയുന്നത്. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വന്ന ഉരുക്കുമെത്രാനും ഭൂമി കുംഭകോണം നടത്തിയ ആർച്ച് ബിഷപ്പിനും എന്ത് സംഭവിച്ചു എന്ന് ഓർക്കുന്നത് ഇത്തരുണത്തിൽ നന്നായിരിക്കും എന്നാണ് അടിരൂപതക്കാർക്ക് തട്ടിലിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. മഠത്തിൽ കയറി 13 പ്രാവശ്യം മഠത്തിലമ്മയുടെ അഭിമുഖമായും അല്ലാതെയും പരസ്പര സമ്മതത്തോടെ വെടിവെപ്പ് കൂതാശ നടത്തിയെന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത ബിഷപ്പിനെ ബിഷപ്പ് എമിററ്റസായി ഉയർത്തി. പാതിരിമാരുടെ കടുത്ത കൂതാശ കൊണ്ട് കന്യാചർമ്മം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഹൈമിനോപ്ലാസ്റ്റി നടത്തി കന്യകാത്വം പുനഃസ്ഥാപിച്ച മഠത്തിലമ്മയെയും കന്യാസ്ത്രീ എന്ന ലേബലിൽ തുടരുവാൻ അനുവദിക്കുന്ന സഭയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ച് കുർബാന കളിച്ചാൽ കുപ്പായം ഉയിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. 1999 സിറോ മലബാർ സഭയിലെ പരിപാടികൾ പരിഷ്കരിക്കുവാൻ തൽപരകക്ഷികളായ ചില ബിഷപ്പുമാർ ശുപാർശ ചെയ്തത്. അതിന് വത്തിക്കാൻ അനുമതി നൽകിയത് 2021 ജൂലൈയിലാണ്. കുർബാന കളിക്കുന്ന രീതി ഏകീകരിക്കാനാണ് എന്ന പേരിലായിരുന്നു ഈ തീരുമാനം. കുർബാനയുടെ ആദ്യ ഭാഗം ജനാഭിമുഖമായും പ്രധാന ഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായും അവസാന ഭാഗം ജനാഭിമുഖമായും നിർവഹിക്കുക എന്നതാണ് ഏകീകരിച്ച രീതി. നിലവിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ളത് ഏകീകരിച്ച രീതി തന്നെയാണ്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത, തൃശ്ശൂർ, തലശ്ശേരി അതിരൂപതകളിൽ ജനാഭിമുഖ കുർബാനയാണ് നിലനിൽക്കുന്നത്. കുർബാന എങ്ങോട്ട് നോക്കി കളിക്കണം എന്ന വിഷയത്തിലാണ് ഇപ്പോഴും മുടിഞ്ഞ തർക്കം തുടരുന്നത്. കർത്താവ് യാഗം നടത്തുകയായിരുന്നോ അതോ ത്യാഗമാകുകയായിരുന്നോ പാതിരിപ്പാമ്പുകളെ? തിന്നത് എല്ലിനിടയിൽ കയറിയ നിൻ്റെയൊക്കെ പൂർവികന്മാരെ അന്നേ കർത്താവ് പള്ളിയിൽ കയറി ചാട്ടവാറിന് അടിച്ചോടിച്ചതല്ലേ? നീയൊക്കെ എങ്ങോട്ട് നോക്കി നിന്ന് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിച്ചാലും കർത്താവ് നിന്നെയൊക്കെ വിളിക്കുന്നത് വെള്ളയടിച്ച കുഴിമാടങ്ങളെ, പുറം മാത്രം വെടിപ്പാക്കിയ കിണ്ടികിണ്ണങ്ങളെ, സർപ്പസന്തതികളെ എന്നൊക്കെയാണ്. മാത്രമല്ല കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കാൻ നീയൊന്നും കപടഭക്തിക്കാരെ പോലെ പള്ളിയിൽ പോകരുത്. നിന്റെ മനസ്സാകുന്ന ആലയത്തിൽ ഇന്ദ്രിയങ്ങളാകുന്ന അറകളുടെ വാതിലടച്ച് നിന്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കുക എന്ന്. നിന്റെ അപ്പനോട് പ്രാർത്ഥിക്കാൻ, സംവേദിക്കാൻ ഇടയ്ക്ക് പൂച്ചാണ്ടി വേഷം കെട്ടിയ ഒരു പാതിരിപ്പാമ്പ്
ആവശ്യമുണ്ടോ മൊണ്ണവിശ്വാസികളെ? പാതിരിപ്പാമ്പുകളുടെ കുണ്ടിയിലോട്ട് നോക്കി നിന്ന് വേണോ നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ? നിനക്കൊക്കെ എന്ന് ബോധം വരും മാപ്പിളമാരെ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.